രൂപത്തിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുഴുവനും ഞങ്ങൾ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് എന്ന രൂപത്തിൽ മുദ്രാവാക്യം നമ്മുടെ ഈ കൊച്ചു കേരളക്കരയിൽ ഉയർന്നത് ആര് കൊടുക്കുന്ന ധൈര്യമാണ് എന്ന് ചിന്തിച്ചാൽ മതി. കണ്ണുള്ളവർക്ക് കാണാനും കാതുള്ളവർക്ക് കേൾക്കാനും തലച്ചോറുള്ളവർക്ക് ചിന്തിക്കാനും നാവുള്ളവർക്ക് തൂലികയുള്ളവർക്ക് പ്രതികരിക്കാനും സാധിക്കാത്തിടത്തോളം കാലം നമ്മളെ മതഭ്രാന്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, നമ്മുടെ നാടിനെ മതം വിഴുങ്ങുമ്പോൾ നമ്മളും അതിൻ്റെ ഒരു ഭാഗവാക്കായി മാറുവാണ് എന്ന സത്യം. എന്താണ് സുംബ ഡാൻസിനോട് ഇവർക്ക് ഇത്രയധികം വിരോധം? ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു തുള്ളുന്നതാണോ? നമ്മളിപ്പോ 2-3 ഞാൻ നിങ്ങളെ കാണിച്ചത്, അതിനകത്തൊക്കെ ആണും പെണ്ണും ഒക്കെ അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നതാണോ? നമ്മൾ സ്കൂളിൽ അയക്കുന്നത് പഠിക്കാനാണ്. ഇവര് എല്ലാ തരത്തിലുള്ള കായികത്തെയും എതിർക്കുമല്ലോ, കലയെയും എതിർക്കുമല്ലോ. ഞങ്ങൾ സ്കൂളിൽ വിടുന്നത് കുട്ടികൾക്ക് കലാകായിക പരിപാടിയിൽ പങ്കെടുക്കാനല്ല, എൻ്റെ കുട്ടിയെ പഠിക്കാനാണ് വിടുന്നത്. പൊക്കോണം, പഠിച്ചോണം, വന്നോണം. എന്നാൽ പിന്നെ PT പീരീഡ് ഒന്നും വേണ്ടി വരില്ല അല്ലേ കുട്ടികൾക്ക്? ഇതിനെ പ്രതിരോധിക്കാൻ കേരളത്തിന് കഴിഞ്ഞാൽ കേരളം നമ്മൾ പിടിക്കുന്നിടത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് സമാധാനിക്കാം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കേരളം പുരോഗമിക്കുന്നു എന്ന് നമുക്ക് വിചാരിക്കാം. സലഫി മുജാഹിദ് വിഭാഗത്തിലെ വിസ്ഡം എന്ന തീവ്ര വിഭാഗത്തിന്റെ വർഗീയ ജിഹാദി ഗ്രൂപ്പിന്റെ നേതാവും അധ്യാപകനുമായിട്ടുള്ള TK അഷ്റഫ് മൗലവിയുടെ വാക്കുകളാണ്. പെൺകുട്ടികളെ ഞങ്ങളുടെ മക്കളെ സ്കൂളിൽ വിടുന്നത് പഠിക്കാനാണ്, അല്പവസ്ത്രം ധരിച്ച് ആടാനല്ലാന്ന്, പാടാനല്ലാന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സമസ്തയും ഇളക്കം പറഞ്ഞില്ലേ, ഇവരെല്ലാവരും തലത്തിൽ തുല്യരാ, ഇവരെല്ലാവരും ചിന്തിക്കുന്നത് മതമാണ്. അതുകൊണ്ട് മതത്തെ എതിർക്കുന്നവർ നമ്മുടെ എല്ലാവരുടെയും പൊതുശത്രുവാണ്. ആ മത നിയമങ്ങൾക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ചൊരു കുടക്കീഴിൽ തോളോട് തോൾ ചേർന്ന് കൈകോർത്ത് നിന്നാൽ മാത്രമേ കേരളത്തെ ബാലുവണ്ണൻ പറഞ്ഞതുപോലെ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ പറ്റൂ. സമസ്തയും സുന്നിയും ഒക്കെ അതിനെ പിന്താങ്ങി TK അഷ്റഫ് മൗലവിയുടെ മുജാഹിദിയൻ ചിന്താഗതികൾക്ക് അനുകൂലമായിട്ട് വന്നു. കാഫിറുകൾ ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ ഇതുപോലെയുള്ള ധാരാളം അനിസ്ലാമികപരമായ കാര്യങ്ങൾ കാണുമത്ര. നിങ്ങളോട് ആരാ പറഞ്ഞത് കാഫിറുകൾ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ തന്നെ കട്ടിച്ചു പിടിച്ച് നിൽക്കണമെന്ന്? നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ വഴിയറിയില്ലേ? അത് പറഞ്ഞാൽ PC ജോർജിനെതിരെ കേസ്. അത്തരം ജിഹാദുകളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, അത്തരം മത നിയമങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, ആ മത നിയമങ്ങൾ പാലിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ട്. അത് ചെയ്തില്ലെങ്കിലാണ് അവിടെയൊക്കെ പ്രശ്നം. മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു പ്രദേശത്ത് നിങ്ങൾ ഒരു മിനി പാകിസ്ഥാനാക്കി ബംഗ്ലാദേശ് കോളനികളൊക്കെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ ജിഹാദിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിവൃത്തിയുണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, SDPI ശക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്ക് വിധേയമല്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ സുഡിയോയുടെ പ്രശ്നവും കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് കയറിയ പ്രശ്നവും യഹിയ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും മയ്യത്ത് നമസ്കരിച്ച് ഇസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് പ്രതിഷേധം കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച് പാലക്കാട് യഹിയ സിൻവാറിന്റെയും മറ്റ് തീവ്രവാദികളുടെയും ഒക്കെ ചിത്രങ്ങൾ ആനയുടെ പുറത്ത് എഴുന്നള്ളത്തിനൊക്കെ കേട്ട് ജമാഅത്തെ ഇസ്ലാമി പ്രതിക്കൂട്ടിലായിരുന്നില്ലെങ്കിൽ ഇവരൊരു ആക്രമണ ജിഹാദ് അഴിച്ചുവിടുമായിരുന്നു. ഇവരെ കുറിച്ച് ശരിക്കറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും സ്കൂളുകളിൽ ആണും പെണ്ണും അല്പവസ്ത്രം ധരിച്ചു വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നിട്ടും ഇവർക്കിത് പറയേണ്ടി വരുന്നത് ഇവരുടെ ചിന്താഗതിയിൽ ആണും പെണ്ണും സെക്സ് എന്നുള്ളൊരൊറ്റ ചിന്തയേ ഉള്ളൂ ഇവർക്ക്. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ രൂപത്തിൽ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അല്പവസ്ത്രം ധരിച്ച് ആണിനെയും പെണ്ണിനെയും ഇടകലർത്തി ആടാനല്ല ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നത് എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ അല്പവസ്ത്രം ധരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത്.
സ്കൂളിൽ വരുന്ന കാഫിറുകളായ പെൺകുട്ടികൾ തലമറയ്ക്കുന്നില്ല എന്നതല്ലേ അവരെ അണ്ടർലൈൻ ചെയ്തത് അയാള് അല്ലേ? അവരെയല്ലേ അല്പവസ്ത്രം ധരിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവര് ആകെ മൂടിയാണല്ലോ പോകുന്നത്. അപ്പൊ ഇവരെ കുറിച്ചിട്ടല്ലല്ലോ പറഞ്ഞത്. കാഫിറുകൾ മ്ലേച്ഛന്മാരാണ്, അമുസ്ലിങ്ങൾ മ്ലേച്ഛന്മാരാണ് എന്ന് പറഞ്ഞ ഖുർആനിന്റെ വക്താക്കൾ ഇതേ ചിന്തിക്കൂ. ഇസ്ലാമികമായി അല്പവസ്ത്രധാരികളല്ലല്ലോ. ഇസ്ലാമിൽ അടിമ സ്ത്രീകൾക്ക് മാത്രമല്ലേ അല്പവസ്ത്രം ധരിക്കാൻ അനുവാദമുള്ളൂ. അവർക്ക് മുഖമോ തലയും ഒക്കെ പോയി മാറുപോലും മറക്കേണ്ടതില്ലല്ലോ. അടിമ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ ഔറത്ത് തന്നെയാണ് അടിമ സ്ത്രീകൾക്കും. കാരണം പെട്ടെന്ന് ഒരു സ്വതന്ത്രനായിട്ടുള്ള ഒരു പുരുഷനെ കയറിക്കണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇവരടിമയാണോ ഉടമയാണോ എന്ന് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് തിരിച്ചറിയാൻ. നബിയുടെ അടിമകൾക്ക് പെട്ടെന്ന് കയറി പിടിച്ച് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അടിമ സ്ത്രീകൾ മറക്കണ്ട എന്നുള്ളൊരു നിയമം പോലും കൊണ്ടുവന്നത്. ആൺകുട്ടികളാണെങ്കിലും ശരി അല്പവസ്ത്രധാരികളല്ലല്ലോ. മുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള വസ്ത്രം ധരിച്ചിട്ടല്ലല്ലോ ആൺകുട്ടികൾ സ്കൂളിൽ വരുന്നത്. പെൺകുട്ടികൾ കൂടുതൽ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ. നബി നിരോധിച്ച കണങ്കാലിൽ നിന്ന് താഴോട്ടിറങ്ങുന്ന വസ്ത്രം ആണിന് ഹറാമാണല്ലോ. കണ്ണിന് മുകളിൽ നിൽക്കുന്ന മുക്കാൽ പാൻറിട്ട് മുസ്ലിം കുട്ടികൾ പോലും ഇന്ന് സ്കൂളുകളിൽ പോകുന്നില്ല. അതിവസ്ത്രമാണ് ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ധരിക്കുന്നത്. അപ്പോൾ ഈ പ്രയോഗം ആരെ കുറിച്ചിട്ടാണ്? ഇവര് ആണ് പെണ്ണും തുള്ളുന്നു. മുമ്പ് ഇവര് മറ്റേ ഒരു എക്സസൈസ് വന്നല്ലോ. ആ എക്സസൈസിനെതിരെയും ഇവര് രംഗത്ത് വന്നത് ഇതേ രീതിയിൽ തന്നെ കടന്നാക്രമണം നടത്തിക്കൊണ്ടായിരുന്നു. ഇവരുടെ രീതി നമ്മുടെ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക എന്നതാണ്. അങ്ങനെ ക്രമേണ ഇവർ 6-ാം നൂറ്റാണ്ടിൻ്റെ നിയമത്തെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് നമ്മളെ കാണുന്നത്. 6 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹപ്രായമായി, 9 വയസ്സുള്ള ഒരു കുട്ടി 53കാരനെ കെട്ടാൻ പ്രാപ്തമാണ് എന്ന് പറയുന്ന ഈ മതമൗലികവാദികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും കൾച്ചർ പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? മുഹമ്മദ് നബിയുടെ സുന്നത്തനുസരിച്ചിട്ട് 6 വയസ്സുള്ളവൾ മണിയറയിൽ പോയി മണവാട്ടിയാകേണ്ടവളാണ് എന്നല്ലേ ഇവര് പഠിപ്പിക്കുന്നത്. അല്പവസ്ത്രം ധരിച്ച് ആരും ഒരു സ്കൂളിലും തുള്ളുന്നില്ല. അപ്പൊ ഇവര് ഏത് രൂപത്തിലും മറ്റുള്ളവരെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരിക. ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോൾ അവരുടെ പക്ഷത്ത് ചിലപ്പോൾ ശരികൾ തോന്നുമായിരിക്കും. എന്തായിരുന്നാലും ജീവിതം ആസ്വദിക്കുക, ആർമാദിക്കുക, അടിച്ചു പൊളിക്കുക എന്നൊക്കെയുള്ള ലിബറൽ മനോഭാവം സമൂഹത്തിന് ആപത്താണ് എന്നതാണ് ഇവര് മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ അതല്ല പറയുന്നത്. പെൺകുട്ടികൾ നല്ല വിദ്യാഭ്യാസം നേടണം, അവരുടെ അഭിരുചിക്കിണങ്ങിയ രൂപത്തിലുള്ള തൊഴിലുകൾ, അവർ വിദ്യാസമ്പന്നരായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി ആകെയുള്ള ഒരു ജീവിതം അവർ ആസ്വദിക്കട്ടെ, സന്തോഷിക്കട്ടെ, ആഘോഷിക്കട്ടെ. അനിയന്ത്രിതമാം വിധമുള്ള കവാടങ്ങൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത് സൂംബ ഡാൻസിലൂടെയാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഇവരങ്ങനെ വ്യാഖ്യാനിക്കുവാണ്. ആണും പെണ്ണും വ്യത്യാസം വേണം. LKG സ്കൂളിൽ കൊണ്ടുവന്ന് മറകെട്ടിയ ടീംസ. ഇവർക്കുണ്ട അലിഫ് എന്നും പറഞ്ഞ സ്കൂള്. പുതിയ സംസ്കാരം സ്കൂളുകളിൽ തുടക്കമിടേണ്ട ഇവരാണോ തീരുമാനിക്കുന്നത്? ലിബറലിസം ക്രമേണ കേരളത്തിലേക്ക് കടന്നു വരുവാണെന്ന് ഇവര് പറയുക. ഇവര് എന്തായിരുന്നാലും ശരി, അടിച്ചാലും പിടിച്ചാലും തേച്ചാലും മായ്ച്ചാലും ഒരിക്കലും ഇവരിൽ നിന്നും മാറിയോ മറിഞ്ഞോ പോകാത്ത ഒരു കാര്യമാണ് ഈ മതം. 6-ാം നൂറ്റാണ്ടിൻ്റെ ഈ ഗോത്ര ചിന്താഗതിയിൽ നിന്ന് ഇവർക്കൊരു കാലത്തും ഒരു മോചനമുണ്ടാകില്ല. അപ്പോൾ